അഭിമന്യനായ യോഗാധ്യക്ഷൻ BK മൊയ്തീൻ ഹാജി, ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത സയ്യിദ് അത്താഉല്ലാ തങ്ങൾ, ഈ മതപ്രഭാഷണം മുഖ്യപ്രഭാഷണം നടത്തുവാൻ വേണ്ടി എത്തിയിട്ടുള്ള ഉസ്താദ് അഫ്സൽ കാസിമി കൊല്ലം, യങ് മെൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ, ഇവിടെ എത്തിയിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ നേതാക്കന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായിട്ടുള്ള ജനാധിപത്യ മതേതര വിശ്വാസികൾ, നമുക്കറിയാം യങ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ പ്രചാരണവും ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയം കവർന്ന ഒരു പ്രസ്ഥാനമാണ് യങ് മെൻസ് അസോസിയേഷൻ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആദ്യമായി ഓർമ്മ വരുന്നത് ഹസൻ ച്ചാ, അതുപോലെ തന്നെ യൂസുഫ് ച്ചാ എന്ന രണ്ട് മുഖമാണ്. അവരെ അനുസ്മരിക്കാതെ ഈ പരിപാടി തുടങ്ങുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ യങ് മെൻസ് അസോസിയേഷന് വേണ്ടി രാത്രിയിലുള്ളത് പ്രവർത്തിച്ച ഒരു പ്രചാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക താല്പര്യത്തിനു വേണ്ടിയോ അല്ലാതെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിരസാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ട് അവര് ഇന്ന് ആരടി മണ്ണിലിരിക്കുകയാണ്, അവരെ അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം യങ് മെൻസ് അസോസിയേഷൻ എത്ര പുകഴ്ത്തി പറഞ്ഞാലും തീരുകയില്ല. കാരണം നേരത്തെ പ്രസംഗിച്ച പ്രാസംഗികന്മാർ പറഞ്ഞതുപോലെ ഒരൊറ്റ പ്രചാരണത്തിന് മുമ്പോട്ട് വരാത്ത ഒരു സംഘടനയാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ചില പ്രവർത്തനം നടത്തുന്ന രീതിയിൽ എനിക്കറിയുന്ന യങ് മെൻസിന്റെ ചില പ്രവർത്തകരോട് ചില വിഷയങ്ങളെ നിങ്ങളിത് പ്രചരിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവരതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മുന്നോട്ട് നമ്മളോട് ഉപദേശിക്കുന്നത്. നമുക്കറിയാം ഈ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മുടെ ഈ സറൗണ്ടിങ്ങിലുള്ള ഏകദേശം നാട്ടിലൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്ന മരിച്ചുപോയ എല്ലാവർക്കും അവരുടെ ഖബർ, അവരുടെ അന്ത്യസംസ്കാരം നടത്തുന്നത് യങ് മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ്. അടുത്ത മഹലില് അത്തരത്തിലുള്ള സംവിധാനമില്ലെങ്കിൽ ഇവിടെയുള്ള ഈ യങ് മെൻസിന്റെ ആളുകൾ പോയിക്കൊണ്ട് അന്ത്യസംസ്കാരം നടത്തുന്നതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലെ എല്ലാ വിഷയത്തിലും, ജീവകാരുണ്യ വിഷയമായാലും വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് ഇവിടെ ആരെങ്കിലും ബുദ്ധിമുട്ട്, പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുമ്പോൾ അവരുടെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഈ പ്രസ്ഥാനത്ത് ഒരുപാട് യുവാക്കളാണ്. നമുക്കറിയാം ഇന്ന് യുവത്വത്തെ കുറിച്ച് നമ്മൾ വളരെ ആശങ്കാപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അവര് മൊബൈലിൽ അഡിക്റ്റ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്, ലഹരിയിൽ അഡിക്റ്റായി മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. അവര് ഈ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഒരു യുവ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മാതൃകാപരമായിട്ടുള്ള ഈ നാട്ടിലുള്ള യുവാക്കളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അണിചേർത്തുകൊണ്ട് അവരുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അവർ പിരിച്ചെടുത്ത പണം കൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യങ് മെൻസ് അസോസിയേഷൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. എനിക്കറിയാം ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റാൻഡ് യങ് മെൻസ് അസോസിയേഷൻ, ആയിരക്കണക്കിന് ആളുകളാണ് അതിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആദ്യമായി ഒന്നും അറിയാതെ ഒരു പ്രചാരണവും ഇല്ലാതെ അവരുടെ കൈത്താങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ന് 22 വർഷം പിന്നിട്ടുകൊണ്ട് ഇത് കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളോടും ദീനി സ്നേഹികളോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ പ്രസ്ഥാനത്തിനെ എതിർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ നിങ്ങൾ ഇല്ലാതെയാക്കുവാൻ വേണ്ടി മുന്നോട്ട് വരരുത്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ, പക്ഷെ യങ് മെൻസ് അസോസിയേഷനെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരൊറ്റ പ്രചാരണവും ഇല്ലാതെ അവർ വളരെ കൃത്യമായി കൊണ്ട് ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരസാന്നിധ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ പരലോകത്തെ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള
എല്ലാ സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ആകാംക്ഷ